ആദായ നികുതി വകുപ്പ് റെയ്ഡിനെതിരെ തമിഴ്നാട് PCC അധ്യക്ഷൻ സെൽവ പെരുന്തകെ റെയ്ഡ് നടത്തിയില്ലെന്ന് IT പറയുന്നു. എന്നാൽ 19 രാവിലെ മുതൽ പരിശോധന നടത്തി CCTV ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കാലത്തെ പരിശോധന സംബന്ധിച്ച് IT ധവളപത്രം പുറത്തിറക്കണമെന്നും സെൽവ പെരുന്തകെ ആവശ്യപ്പെട്ടു. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ വിവരങ്ങളുമായി. മനേഷ്, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതാണല്ലോ ആവശ്യം. ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെ തെളിവുകൾ ഹാജരാക്കാൻ അദ്ദേഹം തയ്യാറാണോ? റെയ്ഡ് നടത്തിയിട്ടില്ല എന്നാണല്ലോ IT അവകാശപ്പെടുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? GK പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന് 2 ദിവസം മുമ്പ്, അത് 19 രാവിലെയാണ് ശ്രീപെരുമ്പത്തൂരിൽ സെൽവ പെരുന്തകെ താമസിക്കുന്ന വസതിയിൽ രാവിലെ ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുന്നത്. അത് ഹിന്ദി സംസാരിക്കുന്ന ആളുകളായിരുന്നു എന്ന് സെൽവ പെരുന്തകെ അന്ന് തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇവർക്കൊപ്പം കേന്ദ്രസേനയും അതുപോലെ തന്നെ പോലീസും ഇവർക്കൊപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പരിശോധനകൾ നടത്തുകയും അവസാനം ഒന്നും ലഭിച്ചില്ല. വീട്ടിൽ നിന്നൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അത് എഴുതി നൽകി പോവുകയും ചെയ്തു എന്നുള്ളതാണ് സെൽവ പെരുന്തകെ പറയുന്നത്. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ഒരു പരിശോധനയെ നടത്തിയിട്ടില്ല എന്നാണ് IT ഉദ്യോഗസ്ഥർ പറയുകയും, അതായത് അവരുടെ ഒരു റിലീസായി വന്നത് അത്തരത്തിലൊരു പരിശോധന, അത് സെൽവ പെരുന്തകയുടെ വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടില്ല എന്ന രീതിയിൽ ഒരു IT-യുടെ ഒരു റിലീസായി വന്നതും അങ്ങനെയായിരുന്നു. അപ്പോൾ കൃത്യമായി പരിശോധന നടത്തുകയും മാത്രമല്ല അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ തന്റെ കൈവശമുണ്ട്. അത് ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ തരത്തിൽ അതായത് IT പരിശോധന നടത്തുകയും എന്നാൽ നടത്തിയിട്ടില്ല എന്ന് IT പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഉദ്യോഗസ്ഥർ പിന്നെ ആരാണ്? ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ IT തയ്യാറാണോ? തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും സെൽവ പെരുന്തകെ ചോദിക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് DMK സഖ്യത്തിലുള്ള സ്ഥാനാർത്ഥികളുടെയും അതുപോലെ തന്നെ വിവിധ പാർട്ടി നേതാക്കളുടെയും ഒക്കെ വീടുകളിൽ IT പരിശോധന നടത്തിയിട്ടുണ്ട്. എന്നാൽ NDA സഖ്യത്തിലെ ആരുടെ വീടുകളിലാണ് ഇത്തരം പരിശോധന നടത്തിയത്? അപ്പൊ ഇത് സംബന്ധിച്ച് ധവളപത്രം IT പുറത്തിറക്കാൻ തയ്യാറാണോ? ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാണോ? തുടങ്ങിയ കാര്യങ്ങളാണ് സെൽവ പെരുന്തകെ ചോദിക്കുന്നത്. മാത്രമല്ല വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും സെൽവ പെരുന്തകെ പറയുന്നുണ്ട്. GK. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.